സ്നേഹസമ്പന്നരായ ശ്രോതാക്കൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹാർദവമായി സ്വാഗതം ചെയ്യും. എന്നെ ആവേശഭരിതമാക്കിയ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണുവാനിടയായി. ഒരു മതവിശ്വാസിയായ ബഹുമാനപ്പെട്ട ഒരു സാർ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുവായ യേശുവിൻ്റെ ഒരു ശ്രേഷ്ഠ പ്രവൃത്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന ദൈവം സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താഴെ ഭൂമിയിൽ വന്ന് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി കൊടുത്ത പ്രവൃത്തിയെക്കുറിച്ചാണ് ആ സാർ പറഞ്ഞത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു യേശുവിൻ്റെ മാതൃകമാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. യാചകർ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുവാനും സ്നേഹിക്കുവാനും അവരെ ശുശ്രൂഷിപ്പാനും ഞാനും പ്രതിജ്ഞാബദ്ധമാണ്. ബഹുമാനപ്പെട്ട ഈ സാർ പറഞ്ഞതുപോലെ ലോകത്തിലെ ഗുരുക്കന്മാരെല്ലാം ശിഷ്യന്മാരെ കൊണ്ട് കാല് കഴിയിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ക്രിസ്തീയ കോളത്തിലും മറിച്ചല്ല. മെത്രാന്മാരെന്നും അച്ഛന്മാരെന്നും പാസ്റ്റർമാരെന്നും ഒക്കെ പേരെടുത്ത് ശിഷ്യന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുവാൻ ഇവർ ഉത്സാഹികളാണ് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്ന സ്ഥാനപ്പേരെടുക്കുവാനാണ് എനിക്കാഗ്രഹം. കാരണം കൊടുംപാപിയായിരുന്ന എൻ്റെ പാപത്തെ നീക്കി എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിച്ച് എന്നെ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ഉള്ള ഒരാളാക്കി സ്വർഗം മാറ്റിയതുകൊണ്ട് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ദാസനാണ് ഞാൻ. നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷപൂർണ്ണമാക്കി തീർത്ത, പുതിയ സൃഷ്ടിയാക്കി തീർത്ത ദൈവം എൻ്റെ യജമാനനാണ്. അത്യുന്നതനായ യേശു ക്രിസ്തു എൻ്റെ യജമാനനാണ്. എന്നെ ആവേശഭരിതമാക്കിയ ആ വീഡിയോ ഇനിയും എൻ്റെ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് കണ്ടു നോക്കിയേ. എൻ്റെ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ പാഠമുണ്ട്. ലോകത്ത് അനവധി ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്, മറക്കാനാവാത്ത ഗുരുക്കന്മാർ. അത് ഏറ്റവും വലിയ ഗുരുക്കൾ നമുക്കറിയാം. ദ്രോണാചാര്യർ, അർജുനനെയും കർണനെയും അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യർ വലിയ മഹാഗുരുവാണ്. സന്ദീപനി ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും ഗുരു. അങ്ങനെ അനവധി 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 ഗുരുക്കന്മാർ, വസിഷ്ഠൻ ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു യേശുക്രിസ്തുവാണ്. 30 താണ്ടാതെ മരിച്ചുപോയ ആ ദൈവപുത്രൻ യേശുക്രിസ്തു. അദ്ദേഹം 40 എത്തിയില്ല, അതിന് മുമ്പേ മരിച്ചുപോയി. അദ്ദേഹത്തിനെ കൊന്നു. അതായത് സത്യത്തെയും ധർമ്മത്തെയും എപ്പോഴും നമ്മൾ കൊല്ലും. അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, നമ്മുടെ ചരിത്രമാണ്. നമ്മൾ കൊല്ലുന്നത് സത്യത്തെയും ധർമ്മത്തെയും നീതിയെയുമാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ആവർത്തിക്കുന്നത്. ഈ ഇത്രയും ഗുരുക്കന്മാരെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ലോകം കണ്ട ഏറ്റവും ഒരു ഗുരു യേശുക്രിസ്തുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹമാണ് ശിഷ്യന്മാരുടെ കാല് കഴുകിയ ഒരേ ഒരു ഗുരു. സാധാരണ നമ്മൾ കാണുന്നുണ്ട് പല സന്യാസിമാരും ഒക്കെ ശിഷ്യന്മാരെ കൊണ്ട് ഈ പാദം കഴുകിച്ചിങ്ങനെ വലിയ രാജകീയ പ്രഭയിലിരിക്കും. ശിഷ്യന്മാർ പറയും, അത് അവർക്കൊന്നും ഇഷ്ടമല്ല, ഞങ്ങളുടെ ഗുരുവിന് ഇഷ്ടമല്ല, ഞങ്ങൾ നിർബന്ധിക്കൊണ്ട് ഇരുന്നു തരികയാണ്. ഇരുന്നു തരാതെ ഇരുന്നൂടെ അവർക്ക്. അപ്പോൾ ശിഷ്യന്മാർ ഗുരുവിൻ്റെ പാദം കഴുകുന്നത് ഒരു ചരിത്ര വലിയ സംഭവം, എല്ലാ സംഭവമാണത്. ആദ്യകാലം മുതൽ ശിഷ്യന്മാരെ കൊണ്ട് കാല് കഴിക്കുന്നവരാണ് ഗുരുക്കൾ. പക്ഷേ യേശുക്രിസ്തു എന്ന ഗുരു ശിഷ്യന്മാരുടെ പാദം കഴുകി. ശിഷ്യന്മാരുടെ പാദം കഴുകിയിട്ട് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ ചെയ്യുവൻ. നിങ്ങൾ അന്യോന്യം പാദം കഴുകണം. ആരും വലിയവനല്ല. ഒരാൾ മറ്റൊരാളിൻ്റെ പാദം കഴുകുമ്പോൾ
കഴുകുന്ന ആൾ അടിമയാവില്ല, അയാൾ യഥാർത്ഥത്തിൽ വലുതാവുകയാണ്. അപ്പം ഈ സത്യം ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ച ആളാണ് യേശുക്രിസ്തു. ഹായ് ബഹുമാനീയരായ ശ്രോതാക്കളെ, എന്നെ ആവേശഭരിതമാക്കിയ വീഡിയോ നിങ്ങളെയും ആവേശഭരിതമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുകയും. യേശുക്രിസ്തുവിൻ്റെ ഈ മാതൃകയെ പിൻപറ്റുവാൻ എൻ്റെ ബഹുമാനീയരായ ശ്രോതാക്കളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുവാനും സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു.